ആയത്തുൽ കുർസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിലെ ഇത്രയും ശ്രേഷ്ഠമായ മറ്റൊന്ന് അല്ലാഹുവിന്റെ വചനങ്ങളിലില്ല. അഫ്ളലു മാ ഫിൽ ഖുർആൻ. അല്ലാഹു തആല അത് ധാരാളം പതിവാക്കാൻ, കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 255-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരായത്താണ് ആയത്തുൽ കുർസി. ഖുർആനിൽ ഇങ്ങനെ നോക്കിയാൽ ഈ ആയത്തുകൾ 9 സെന്റൻസുകളാണ്, 9 ജുംലകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ ഒരു ജീമ് കാണും, വഖഫ് ജായിസ, നിർത്തൽ ജായിസാണ്. ഒന്നാമത്തെ ജുംല അതാണ്. 2 ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവിടെ ഉണ്ട് ജീമ് മേലെ, നിർത്തൽ ജായിസ, വേണമെങ്കിൽ നിർത്താം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. 3 അവിടെ ഉണ്ട് ഖിലെ അൽ വഖഫ് ഔലാ, നിർത്തലാണ് ഉത്തമം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അവിടെ ഉണ്ട് ഒരു ജീമ്, നിർത്തൽ ജായിസാണ്. 4ാമത്തെ ജുംല അതാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവിടെ ഉണ്ട് സുലെ അൽ വസ്ലു ഔലാ, നിർത്താം, ചേർത്തി ഓതല നല്ലത്. അതാണ് 5ാമത്തെ ജുംല, 5ാമത്തെ സെന്റൻസ്. 6 വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. അവിടെ കാണും ജീം, നിർത്തൽ ജായിസാണ്. 7 വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. നിർത്താം, ചേർത്തി ഓതലാണ് ഉത്തമം. അൽ വസ്ലു ഔലാ, സുല എന്ന് കാണും. 8 വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവിടെ ഒരു ജീം ഉണ്ട്, നിർത്തൽ ജായിസാണ്. 9 വഹുവൽ അലിയുൽ അദീം. 9 ജുംലകളാണ് ആയത്തുൽ കുർസി എന്ന ഒരൊറ്റ ആയത്ത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ ആയത്തുൽ കുർസി എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ 6236 ആയത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാന്ന് ചോദിച്ചാൽ ആയത്തുൽ കുർസി. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവിടുത്തെ സ്വഹാബിനോട്, നബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു സ്വഹാബി ഒരു പിശാചിനെ കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആ പിശാചിന്റെ കൈയിന് പിടിച്ചു ഈ സ്വഹാബി. പിടിച്ചപ്പോ കൈ ഭയങ്കര ദുർബലമാണ്, നായയുടെ കൈ പോലെ എന്ന് പറഞ്ഞു. അപ്പോ ഈ സ്വഹാബി ചോദിച്ചു, അല്ല നീ പിശാചല്ലേ, എന്താ നിന്റെ കൈ ഇങ്ങനെ നായയുടെ കൈകളെ പോലെ വളരെ ദുർബലമായത്? അപ്പൊ പറഞ്ഞു, ഞാൻ ജിന്നുകളിൽ, പിശാചുക്കളിൽ ഇഫ്രീത്ത്, വലിയ ശക്തനായ ജിന്നാണ്, പിശാചാണ്. പക്ഷേ ഞാൻ എന്താണ് ഇങ്ങനെ ദുർബലനായതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. നമുക്കൊന്ന് മൽപിടുത്തം നടത്തിയാലോ? മൽപിടുത്തം നടത്തി. ഫസ്വറഅഹു സ്വഹാബിയു. ഈ സ്വഹാബി പിശാചിനെ കമിഴ്ന്നടിച്ച് കിടത്തി. പിശാച് തോറ്റു, സ്വഹാബി ജയിച്ചു. പിശാച് എഴുന്നേറ്റ് പറഞ്ഞു, ഒന്നുകൂടെ ഒന്നുണ്ടോ? ഒന്നുകൂടെ എന്നോട് മത്സരിക്കാനുണ്ടോ? അപ്പോഴും സ്വഹാബി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ദുർബലനായത്? ഞാൻ പറയാം, ഒന്നുകൂടെ എന്നെ മലർത്തിയടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഞാൻ ദുർബലനാവാൻ കാരണമെന്ന്. ഒന്നുകൂടെ മൽപിടുത്തം നടത്തി, കമിഴ്ന്നടിച്ചു വീണു പിശാച്. അപ്പൊ സ്വഹാബി ചോദിച്ചു, ഇനി പറയ്, എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോഴാണ് പിശാച് പറഞ്ഞത്, ഞാൻ വലിയ കഴിവുള്ള പിശാചാണ്, പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ആയത്തുൽ കുർസി ഓതുന്ന ആളാണ്. ഇങ്ങനെ ആയത്തുൽ കുർസി ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ ദുർബലന്മാരാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി, അവിടുത്തെ സ്വഹാബി ചോദിക്കുകയായി, ആരായിരുന്നു ആ സ്വഹാബി?
ആരാണ് ആ സ്വഹാബി, ആരാണ് ആ സ്വഹാബി? റസൂൽ തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ? എന്നാലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒന്ന് പറഞ്ഞു തരിൻ. സാഹിബ് സിദ്ദി റസൂലില്ലാഹ്, കാതിബ് റസൂലില്ലാഹ്, നബിയുടെ സ്ക്രൈബാണ്, നബിയുടെ സാഹിബ് സിറാണ്. ഒന്ന് പറഞ്ഞു തരിൻ, ആരായിരുന്നു ആ സ്വഹാബി? വമൻ ഹുവ ഗൈറു ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരാവാനാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളാണ് പിടിച്ച് തള്ളിയിട്ടത് പിശാചിനെ. ആയത്തെക്കുറിച്ച് ഓതുമായിരുന്നു, പിശാച് പിടിച്ചെടുക്കാൻ പറ്റില്ല. തങ്ങൾ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇഖ്റഊഹാ, നിങ്ങൾ അത് ഓതണം. ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ കുർസി ഓതി കിടക്കണം. നേരം പുലരുന്നത് വരെ പിശാച് നിങ്ങളെ തൊടുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം 9 ജുംലയാണ്, 9 സെന്റൻസുകൾ. അത് ഇങ്ങനെ ഈ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവിടെയൊക്കെ വഖഫുണ്ട്. ഇതിന് അത്ഭുതം എന്താ അറിയോ? 1-ാമത്തെ ജുംലയും 9-ാമത്തെ ജുംലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 2-ാമത്തേതും 8-ാമത്തേതും ഒരുപോലെയാണ്. 3-ാമത്തേതും 7-ാമത്തേതും ഒരുപോലെയാണ്. 4-ാമത്തേതും 6-ാമത്തേതും ഒരുപോലെയാണ്. 5-ാമത്തേത് രണ്ടുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെ മനോഹരമായ സ്ട്രക്ചർ ഈ ആയത്തിൽ കുറിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കോളൂ, ആ അർത്ഥം എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമേ ഇല്ല. അൽ ഹയ്യുൽ ഖയ്യൂം.